ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ പെരുന്നാൾ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഈദ്ഗാഹ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈദ്ഗാഹിനൊക്കെ പങ്കെടുത്തു. അതൊക്കെ കഴിഞ്ഞിങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. പിന്നെ അവിടെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കേട്ടു. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല രസമാട്ടോ. ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടകളുണ്ടാവും, അതുപോലെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം. കുട്ടികൾക്ക് ഭയങ്കര രസമാട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കുറേ ഇത് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞേരം പിന്നെ പോയത് നമ്മൾ കബറുംപുറത്താണ് കേട്ടോ. എൻ്റെ വല്യാപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യാപ്പൻ്റെ കബറുപുറം സന്ദർശിക്കാൻ പോവാണ്. അപ്പോൾ അതിനിടയിൽ ഇത് എൻ്റെ ചെറിയ മോൻ്റെ ടീച്ചറാണ് കേട്ടോ. നമ്മൾ ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ കബറുംപുറത്ത് പോയി മരിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇതാണ് നമ്മുടെ അങ്ങാടി. നമ്മൾ ചേന്നമംഗലൂരിലാണ്, മുക്കം ചേന്നമംഗലൂരാണ് കേട്ടോ. അപ്പോൾ ചേന്നമംഗലൂരിലെ പെരുന്നാൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങലും കഴിക്കലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം മക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ 10 രൂപയുടെ ഒരു ബോട്ടിൽ ഇങ്ങനെ നമ്മളത് റോഡിലേക്ക് ഇട്ടാൽ ഇങ്ങനെ പൊട്ടു കേട്ടോ. അങ്ങനെ നല്ല രസമാണ്. അപ്പം അങ്ങാടി മുഴുവനായിട്ട് മക്കൾ അത് വാങ്ങിയിട്ട് അങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെയൊക്കെ അതൊക്കെ വാങ്ങി അവർ ഹാപ്പി ആയിട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പകാലം അറിയാലോ, അതുപോലെ തന്നെ ഇവരുടേതും. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം നമ്മളവിടെ ഓംശ്ശേരിയിൽ ഇങ്ങനെ കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നേരെ പള്ളിയിൽ പോവുക, നമസ്കരിക്കുക, പിന്നെ അവിടെയുള്ള ഷോപ്പുകൾ തുറക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഐസ്ക്രീമോ കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവർ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ഇപ്രാവശ്യം ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു, അത് BEdൻ്റെ എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അത് മാറ്റി വെച്ച സമയത്ത് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുള്ളതാണ്. അങ്ങനെ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. നമ്മുടെ ഈദ്ഗാഹിൻ്റെ അന്നുള്ള ചെറിയ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസിലൊക്കെ ആയിട്ട് വരാം. ബായ്, അസ്സലാമു അലൈക്കും.